ഹായ് സുഹൃത്തുക്കളെ, അപ്പൊ നമ്മുടെ വീട് പണിയുടെ അവസാന ഘട്ടത്തിലാണ് കേട്ടോ. ബാക്ക് വശം ഈ രൂപത്തിലല്ലേ, അത് നിങ്ങൾ എന്താ ചെയ്യാൻ പോണ് എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇദ്ദേഹം വന്നേക്കുന്നത്. ഇത് മാത്രല്ല കേട്ടോ, ഒരു ഒന്നൊന്നര സംഭവം കാണിക്കാണ്ട്. അതായത് തൈക്കര ഷീറ്റില്ലേ, ആ ഷീറ്റ് ഇട്ട സോളാർ വെക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതിന് താഴത്ത് നമുക്ക് ഈ സമയത്തൊന്നും നിൽക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അതായത് ഇപ്പൊ നട്ടുച്ച സമയമാണ്, 1 മണിക്ക് വീട് എടുക്കുന്നത്. ഈ സമയത്തൊക്കെ അവിടെ താഴത്ത് നിന്ന് ഉരുകി പോവും. പക്ഷെ അതിപ്പോ നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാല് ചൂട് എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് പറയില്ലേ, അതെന്താണ് അതിന്റെ ഒരു മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. ചൂട് താഴേക്ക് വരില്ല എന്ന് മാത്രമല്ല, നല്ല ഭംഗിയിൽ ഇതേപോലെ ഇരിക്കും ചെയ്യും. അപ്പൊ ആദ്യം ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. പേരെന്ന് പറഞ്ഞേ നൗഫൽ. എൻജെ ഇന്ത്യ ആണ് ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേര്. അപ്പൊ ഇദ്ദേഹം ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നത് ഈ കാണുന്നതാണ്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഇത് എത്ര മീറ്റർ ആണ് ശരിക്കും? ഇതിന്റെ 20 ഫീറ്റ് വരുന്നുണ്ട് അല്ലേ? അതായത് 20 അടി. 20 അടിയാണ് നമ്മളെ വിളിക്കുന്നത് എൻജെ ഇന്ത്യയുടെ ഹീറ്റ് ഔട്ട് സീലിംഗ് എന്ന സീലിംഗ് ആണ്. അതിന്റെ വാക്കിൽ തന്നെ ഉണ്ട് ഹീറ്റ് ഔട്ട് ആണ്. ചൂട് ലെവലേശം പോലും ഉള്ളിലേക്ക് വരത്തില്ല. ഇത് നമ്മളൊരു വീഡിയോ കൊണ്ട് പറയുന്നതല്ല, നമ്മൾ അനുഭവിച്ചാണ്. ഈ ഒരു സമയത്തൊന്നും ശരിക്കും നമ്മൾ ആ സോളാർ വെക്കാൻ ഉദ്ദേശിച്ച ആ ഒരു താഴത്ത് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പൊ നമുക്ക് സുഖസുന്ദരമായിട്ട് നിൽക്കാന്നല്ല, താഴത്തിരുന്ന് ഭക്ഷണം കഴിച്ചാലും വരുന്നില്ല. അപ്പോ ഇതെന്ത് മെറ്റീരിയലാണ് ശരിക്കും അത്രമാത്രം ചൂട് കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഈ ഒരു വളരെ സിമ്പിൾ ടെക്നോളജിയാണ്. ഇത് ഹീറ്റ് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇത് മിഡിലായിട്ട് വരുന്നതാണ് പോളി യൂറത്തൈൻ ഫോം. കണ്ടില്ലേ ഈ കാണുന്നത്? ഇതൊരു തെർമോകൂൾ പോലത്തെ സംഭവമാണ്. ഇതാണ് പിന്നെ നമ്മളെ ഭംഗി നിശ്ചയിക്കുന്നത് ഈ ഒരു സംഭവമാണ്. ഇതിൽ എനിക്ക് പല കളറുകൾ കൊണ്ടുവന്നിരുന്നുണ്ടോ? ഒരുപാട് കളേഴ്സ് ഉണ്ട്. മോളെ 7 കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിന്റെ ലോക്ക് എന്ന് പറയുന്നത് ശരിക്കും ഈ രൂപത്തിലാണ് വരുന്നല്ലേ? മെയിൽ ആൻഡ് ഫീമെയിൽ. അങ്ങോട്ട് ഇറക്കി കൊടുക്കുകയാണ്. താഴത്തുനിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതാ ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രമാത്രം ചൂട് താഴേക്ക് ഇല്ലാതാവും? 95% ആണ് കമ്പനി ഗ്യാരണ്ടി പറയുന്നത്. ഇപ്പൊ നമ്മള് പല വീടുകളുണ്ട്, മേലത്തെ ഫ്ലോർ ഇവർ ഫ്രെയിം ചെയ്തിട്ട് റൂഫ് ചെയ്തതിനു ശേഷം യൂസ് ചെയ്യാതെ ഒരുപാട് വീട് നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതെ. അപ്പം അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ വർക്കേഴ്സ് പോകുമ്പോൾ ഇട്ടച്ച് പോയ ഏകദേശം എനിക്ക് രാവിലെ തന്നെ ഇന്നലെ മുതൽ ഇവിടെ ഉണ്ട് തോന്നുന്നു. ഇതിന് മുകളിൽ ടച്ച് ചെയ്യുമ്പോ തൊടാൻ പറ്റില്ല, അമ്മാതിരി ചൂടാണ്. ഇത് പറഞ്ഞ ആളുകൾ വിശ്വസിച്ചില്ല. അമ്മാതിരി ചൂടാണ്, അമ്മാതിരി ചൂടാണ്. അത്ര ചൂട് എന്ന് പറയുന്ന സംഭവമല്ല. ഇത് പറഞ്ഞ ആളുകൾ ചിലപ്പോൾ വിശ്വസിച്ചില്ല. മുകളിൽ നമുക്ക് കപ്പലണ്ടിട്ട് വറുത്തെടുക്കാം. അപ്പൊ നമ്മള് പറഞ്ഞിരുന്നു ആ സോളാർ പാനലുകൾ വെക്കാനുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. തൊടാൻ പറ്റാത്ത അവസ്ഥ, അമ്മാതിരി ചൂട്. ഇനി നമ്മള് താഴ്വശം കാണാൻ പോവാണ്. ഇങ്ങോട്ടൊക്കെ അടിപൊളി. ഇതിന്റെ മുകളിൽ ഷീറ്റാന്ന് ആരും പറയില്ല അല്ല ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് ശരിക്കും ഇതില് വെള്ളം കയറി കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യത ഉണ്ടോ? അതായത് ചിലപ്പോൾ ലീക്കൊക്കെ വന്നേക്കാം. ഒരു പ്രശ്നമില്ല. ഇല്ല, ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആണ്, UV റെസിസ്റ്റന്റ് ആണ്, വെയിറ്റ്ലെസ് ആണ്. പിന്നെ കാണാനുള്ള ഭംഗി കണ്ടല്ലോ. അതെ, ഈസി ഇൻസ്റ്റാളേഷൻ ആണ്. ഇത് റീയൂസ് ചെയ്യാം. അതല്ലേ, ആഫ്റ്റർ 10 years നിങ്ങൾക്ക് വേറെ യൂസ് ചെയ്ത് ഊരി കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. എക്സ്റ്റീരിയർ യൂസ് ചെയ്യാം, ഇന്റീരിയർ യൂസ് ചെയ്യാം, വാളായിട്ട് യൂസ് ചെയ്യാം, സീലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് എത്ര വർഷത്തിന്റെ വാറന്റി എന്ന് പറഞ്ഞാൽ? 25 years വാറന്റി. 25 വർഷത്തിലാണ് തിരിഞ്ഞു നോക്കണ്ട. എന്തിനൊക്കെയാണ് നമ്മൾ വാറന്റി കൊടുക്കുന്നത്? കളറിനുണ്ട്, ടോട്ടൽ മെറ്റീരിയലുണ്ട്. കളർ എക്സ്റ്റീരിയറിൽ നമ്മൾ കളർ കൊടുക്കാൻ 10 years കളറിന് വാറന്റി കൊടുക്കുന്നത്. പുറത്താണെങ്കിൽ വെയിൽ കൊള്ളുന്ന സ്ഥലമാണെങ്കിൽ 10 വർഷമാണ്. അതല്ലേ, ഉള്ളിലാണെങ്കിൽ നമുക്ക് 25 വർഷം വാറന്റി തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത്? കാരണം ഇതിപ്പോ നമുക്ക് താങ്ങുന്ന ഒരു റേറ്റ് ആണെന്നൊക്കെ പലർക്കും എങ്ങനെ ഏത് സീലിംഗിന്റെ ഏത് മെറ്റീരിയൽ ചെയ്യുകയാണെങ്കിലും അപ്പൊ നമ്മളെ ACP കൊണ്ട് പലരും സീലിംഗ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റീരിയർ ചെയ്യുന്നുണ്ട്, നമ്മള് സിമെന്റ് ബോഡി ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ പ്രൈസ് കുറവായിരിക്കും. 110 രൂപ മുതൽ 135 രൂപ വരെ വരുന്ന മെറ്റീരിയൽസ് ഉണ്ട്. ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആവശ്യക്കാർക്കൊക്കെ വിളിക്കാം. വീടൊക്കെ ഇനി എല്ലാ വീടുകളും ചൂടില്ലാത്ത സുഖകരമായിട്ടുള്ള വീടായോട്ടെ അല്ലെ ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.